ഹായ് ഫ്രണ്ട്സ്, SSLC +2 എക്സാം കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ. പല കുട്ടികളും അതിൻ്റെ മാർക്കിനെക്കുറിച്ച് എന്തായിരിക്കും എൻ്റെ ഗ്രേഡ് മാർക്ക് എന്നതിനെക്കുറിച്ച് ആകുലപ്പെടുന്നുണ്ടാവും. എനിക്ക് നെക്സ്റ്റ് കോഴ്സ് കിട്ടാൻ അത് സഹായിക്കുക എന്നൊക്കെയുള്ള ഒത്തിരി ആകുലത ഒത്തിരി പേരിലുണ്ടാവും. കുറച്ച് പേരെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാതിരിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന മാർക്ക് കിട്ടട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കട്ടെ, നിങ്ങളുടെ പാരൻസിന് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവട്ടെ, നിങ്ങളാൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അഭിമാനം കൊള്ളട്ടെ, എല്ലാം ശരി തന്നെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബട്ട് ഈ മാർക്ക് കൊണ്ട് മാത്രം ഈ ലോകത്ത് എവിടെയെങ്കിലും ജോലി കിട്ടിയവരോ പൈസ കിട്ടിയവരോ അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷം കിട്ടിയവരെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അൾട്ടിമേറ്റ്ലി നമ്മളുടെ എല്ലാം ലക്ഷ്യം ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക എന്നാണ്. സന്തോഷം ഉണ്ടാവുക, ഹാപ്പിയായി സന്തോഷമായി ജീവിക്കുക എന്നൊക്കെയാണ്. അതിന് നമുക്ക് പൈസ വേണം, അതിലൊരു സംശയമില്ല. ഒരുപക്ഷെ ഇന്നത്തെ എല്ലാ ഫെസിലിറ്റീസും എൻജോയ് ചെയ്യണം, അതിനും പൈസ വേണം, എല്ലാം ശരിയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ മാർക്ക് ലിസ്റ്റിലോ നമ്മുടെ സർട്ടിഫിക്കറ്റിലോ ഗ്രേഡിൻ്റെ വലുപ്പം കണ്ടിട്ടോ A+ കണ്ടിട്ടോ മാർക്ക് കണ്ടിട്ടോ ജോലി കിട്ടിയവരെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നൊരു ഹയർ കോഴ്സ്, നല്ലൊരു കോഴ്സ് കിട്ടാൻ പോലും എൻട്രൻസ് എക്സാമാണ്. ഈ എൻട്രൻസ് എക്സാമിന് നിങ്ങളുടെ A+ മാത്രമാണ് ഒരു ഘടകമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? +2 ഫിസിക്സ് മാത്സിലൊക്കെ തോറ്റ എത്രയോ കുട്ടികൾ നീറ്റും അതുപോലെ IITയിലും അല്ലെ JEE മെയിൻ അഡ്വാൻസ്ഡൊക്കെ നല്ല ലെവലിൽ സ്കോർ ചെയ്തവരുണ്ട്. അങ്ങനെയുള്ള എത്രയോ പേരുടെ ചരിത്രം. അതിൻ്റെയൊക്കെ പിന്നിൽ എന്താ കിടക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു ത്വരയുണ്ടോ, ഒരു മോട്ടീവ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്പയർഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള ആഗ്രഹമുണ്ടോ? ആ ആഗ്രഹത്തിനൊത്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഏറ്റവും പ്രധാനം അത് തന്നെയാണ്, ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക്. അതിനുള്ളൊരു ചിന്താഗതി, അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറാവാനുള്ളൊരു മനസ്സ്, സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഒരു സംശയമില്ല, നിങ്ങൾ ഉദ്ദേശിച്ചെടുത്ത് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു സാമ്പത്തിക അവസ്ഥ, ഹാപ്പി ലൈഫ് എല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ മാർക്ക് ഒന്നും അല്ല എന്നല്ല. മാർക്ക് വേണം, നമ്മൾ പാസ്സാവണം, ഒക്കെ ശരിയാണ്. പക്ഷേ മാർക്ക് മാത്രം കൊണ്ട് ഒന്നും ആയില്ല. മാർക്ക് ഇത്തിരി കുറഞ്ഞു പോയി എന്ന് കരുതി എൻ്റെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ആരും ചിന്തിക്കരുത്. മാർക്ക് ഇത്തിരി കുറഞ്ഞാലും നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്താനുള്ള ഒരുപാട് വഴികളുണ്ട്, മറ്റ് പല വഴികളുണ്ട്. ആ വഴികൾ പലതും നിങ്ങൾ കണ്ടെത്തുക, അതിന് പിന്നാലെ വർക്ക് ചെയ്യുക. അതിനുള്ളൊരു ത്വര നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം. വേറെ ആരൊക്കെ, നിങ്ങളുടെ ടീച്ചേഴ്സ്, പാരൻസ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് 10-12 ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ ഉയർന്ന സാലറിയിൽ ജോലി കണ്ടെത്താൻ പറ്റുന്ന അവസരങ്ങൾ പോലും ഇന്ന് നമ്മളുടെ ചുറ്റുമുണ്ട്. ഇന്ന് 10ാം ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം +2 സയൻസ്, കൊമേഴ്സ്, നല്ലൊരു കോഴ്സ് എന്നായിരിക്കും. എന്നാൽ ജീവിതത്തിലൊരു നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും +2 ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന 6 മാസം, 1 വർഷം, 3 മാസം, 2 വർഷമുള്ള എത്രയോ കോഴ്സസ് ഉണ്ട്, പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്. എത്രയും പെട്ടെന്നൊരു ജോലി വരുമാനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നേരിട്ട് പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകും. +2 കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. +2 2 വർഷം കൂടി കഴിഞ്ഞ് വീണ്ടും തിരിച്ച് നിങ്ങൾ അതേ പ്രൊഫഷണൽ കോഴ്സിലേക്ക് തന്നെ വരേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ നിങ്ങൾ കണ്ടെത്തൂ നിങ്ങളുടെ താല്പര്യം എന്താണ്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല ഏതാണ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ, അതിലേക്ക് പോകൂ. ഇനി ഒരു +2 കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഡിഗ്രി അഡ്മിഷൻ, ഒരു ഡിഗ്രി മാത്രം കൊണ്ട് എവിടെയും ജോലി കിട്ടൂല. അതൊരു ജോലിയിലേക്ക് പോകാനുള്ളൊരു ഘടകം. പിന്നെയും ഒത്തിരി പഠിക്കാൻ മാത്രം ഉണ്ട്. അതൊരു ഡിഗ്രി ഒരു കോഴ്സ് മാത്രമാണ്. ഡിഗ്രി പഠിച്ചവർക്ക് ഇന്ന് ജോലി ചെയ്യുന്നില്ല. ഡിഗ്രി പഠിച്ച ഒരു നോർമൽ BA BSc BCom കഴിഞ്ഞ ഉടനെ നമുക്ക് ഒരു ജോലിയിലേക്കും കയറാൻ പറ്റില്ല. പിന്നെയും അഡീഷണൽ കോഴ്സസും എക്സാംസും നമ്മൾ എഴുതണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മാർക്കിനെക്കുറിച്ച് ആകുലപ്പെട്ടാൽ മാത്രം മതി. മാർക്ക് വേണം, പാസ്സാവണം. ഇപ്പോൾ നമുക്ക് മിനിമം കീമാവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, അല്ലെങ്കിൽ JEE ആവട്ടെ, ഇതിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മുടെ +2ന് 50% വേണം, 75% വേണം, അല്ലെ ഇന്ന കോഴ്സിന് പോകാൻ മിനിമം പാസ് മാർക്ക് വേണമെന്നൊക്കെ, അത് വേണം. ഇറ്റ്സ് ഓക്കെ, അതിലൊരു സംശയമില്ല. പക്ഷേ ഏറ്റവും A+ന് 2 മാർക്ക് കുറഞ്ഞു പോയി, അതല്ലെങ്കിൽ A ആയി, അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റിൽ കുറച്ച് കുറഞ്ഞു പോയി എന്ന് കരുതി ആകുലപ്പെടേണ്ട. ഇന്ന് SSLC ആവട്ടെ +2 ആവട്ടെ മിനിമം ഒരു 50% അല്ലെ പാസ് മാർക്ക്, ഇതൊന്നും വാങ്ങൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ജസ്റ്റ് എക്സാമിന് 1 or 2 days ബാക്ക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്കോർ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഏറ്റവും ടോപ്പ് മാർക്കിൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ 1 or 2 മാർക്സ് കുറഞ്ഞു എന്നതിനെ കൊണ്ട് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആകുലപ്പെടേണ്ട കാര്യമില്ല. ബട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ത്വര ഉണ്ടാവണം, ഒരു മോട്ടീവ് ഉണ്ടാവണം, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവണം. ഹാർഡ് വർക്ക് ചെയ്യാൻ, സ്മാർട്ട് വർക്ക്
ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാവണം. എന്നും ലൈഫിൽ മൂല്യങ്ങൾ സൂക്ഷിക്കണം. ഡിസിപ്ലിൻഡ് ആയ ഒരു ലൈഫ് നിങ്ങൾ മോൾഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് നീങ്ങൂ. അത് മനസ്സിലാക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നമ്മുടെ മുന്നിൽ, നമ്മുടെ ടെക്നോളജി നമുക്ക് അതൊക്കെ തരുന്നുണ്ട്. നമ്മുടെ മുന്നിലുള്ള ഫോണും മറ്റു ടെക്നിക്കുകളും ഒക്കെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തും. നമ്മുടെ ലൈഫ് ഹാപ്പി ആവാൻ ആവശ്യമായ, സെറ്റിൽ ചെയ്യാൻ ആവശ്യമായ നല്ലൊരു കരിയർ, നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള, അങ്ങനെയുള്ള വഴി വെട്ടിയെടുക്കാനുള്ള മാർഗ്ഗങ്ങളായിട്ട് ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കും. ഇന്ന് നമുക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മുന്നത്തെ കാലങ്ങളിൽ ഇങ്ങനെയല്ല. കൃഷിക്കാരൻ്റെ മക്കൾ കൃഷിക്കാരായി, അല്ലെ ഡോക്ടറുടെ മക്കൾ ഡോക്ടറായി, എഞ്ചിനീയറുടെ മക്കൾ എഞ്ചിനീയറായി, അങ്ങനെയുള്ളൊരു കാലം ഇന്ന് മാറിക്കഴിഞ്ഞു. ഇന്ന് സമൂഹത്തിൻ്റെ ഏത് മേഖലയിൽ നിൽക്കുന്ന വ്യക്തിക്കും അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി, ഒരു ടെൻഡൻസി, ഒരു ത്വര അവനിലുണ്ടെങ്കിൽ അവൻ വിചാരിച്ചെടുത്ത് എത്താൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇന്ന്, അവസരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇന്ന് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളോ ഒന്നും ഒരു തടസ്സമല്ല. നമ്മൾ വില്ലിങ് ആണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എത്താൻ വേണ്ടി പറ്റും. നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നാളെ നമ്മളാൽ അഭിമാനിക്കുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സമൂഹം, ഒരു നാടിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതെല്ലാം നമ്മളിലാണ് ഇരിക്കുന്നത്. നമ്മളെങ്ങനെ ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ജോലിയൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പോകുന്നവരും ചെറിയ വരുമാനം ഉണ്ടാക്കി അവനവൻ്റെ എൻജോയ്മെൻറ്റ്, മൊബൈൽ ചാർജിങ്, അവനവന് ഇഷ്ടപ്പെട്ട ഷൂ അങ്ങനെയൊക്കെ വാങ്ങുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷേ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന തെറ്റല്ല. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഒരാളുടെ കീഴിൽ നിൽക്കുന്ന ഒരു ജോലി, ഒരു പാർട്ട് ടൈം ജോലി നിൽക്കുന്നതിനപ്പുറം എങ്ങനെ ഇതുപോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്കല്ല, ഒരു സ്ഥാപനം എനിക്ക് വേറെ സ്വന്തമായി ബിൽഡ് ചെയ്യാം, എങ്ങനെ ഒന്നിൻ്റെ ഓണർ ആവാം എന്ന് ആ ഓരോ നിമിഷവും അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ. ആ നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച് കൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യൂ. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തൂ. അവിടെയാണ് നമ്മളുടെ വിജയം. അത് ഏത് മേഖലയിലും ആവട്ടെ. ഇപ്പോൾ എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് മേഖലയാവട്ടെ, ഇന്ന് ടെക്നിക്കൽ മേഖലയിൽ പോലും IIT-യിൽ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ മുകളിൽ സ്വന്തമായി പലതും ബിൽഡ് ചെയ്യുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് സ്കില്ല് വേണം, സ്കില്ലിനാണ് പ്രാധാന്യം. അത് ഏതാ മേഖലയാവട്ടെ. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞ് പഠിച്ചു പോകുന്ന എഞ്ചിനീയറിംഗ് മാത്രമല്ല ഇന്ന് സ്കിൽഫുൾ ആവേണ്ട മേഖല വരുന്നത്. ഈവൻ ടീച്ചിങ് ആവട്ടെ, ഒരു നഴ്സിംഗ് ആവട്ടെ, ഒരു ഡോക്ടർ ആവട്ടെ, അവിടെയൊക്കെ നമ്മളുടെ സ്കില്ലിന് തന്നെയാണ് പ്രാധാന്യം. ഒരു പേഷ്യൻറ്റിനോട് അല്ലെ കുട്ടികളുടെ പാരൻസിനോട് നന്നായി ബിഹേവ് ചെയ്യുക, നമ്മൾ കണ്ടൻറ്റ്, നോളജ് കൊടുക്കുക, അറിവ് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക എന്നതിനപ്പുറം നമ്മൾ എത്രമാത്രം സ്കിൽഫുള്ളായി, പ്രൊഫഷണലായി അതിനെ ഡീൽ ചെയ്യുന്നു, അല്ലെ അവിടെ എങ്ങനെ എത്രമാത്രം നന്നായിട്ട് സക്സസ്ഫുള്ളായി ബിഹേവ് ചെയ്യുന്നു, എന്തൊക്കെ വലിയ കാര്യം തന്നെയാണ്. അങ്ങനെയുള്ളവർക്കാണ് പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാകുന്നതും ഉയർന്ന ശമ്പളവും നല്ലൊരു സാറ്റിസ്ഫൈഡ് ലൈഫും അല്ലെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്ക് നമുക്ക് വേണം, അതിലൊരു സംശയമില്ല. പക്ഷേ അഥവാ എക്സാമിന് മാർക്ക് ഇത്തിരി കുറവ് വന്നാലും അത് കറക്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസും നമുക്കുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട്, അതൊക്കെ എഴുതുക. എന്നിട്ട് വ്യക്തമായൊരു ലക്ഷ്യത്തോടു കൂടി അതിൻ്റെ പിന്നിൽ ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് ഇട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക. ഒരു ഇത്തിരി മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് നമ്മൾ തളരാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും. അതിന് സാധിക്കട്ടെ. വിഷ് യു ഓൾ.